രണ്ട് തലമുറകളുടെ കണ്ണീരിന് വിരാമം. ചിന്നക്കനാലിൽ കാൽ നൂറ്റാണ്ടിന് ശേഷം ഭൂമിക്ക് പട്ടയമായി. 236 കുടുംബങ്ങൾക്ക് ഇനി സ്വന്തം മണ്ണ്. ഇടുക്കി ചിന്നക്കനാൽ മുത്തമ്മ ഉന്നതിയിലെ 236 കൈവശക്കാർക്ക് ഇനി സ്വന്തം മണ്ണിൽ നിർഭയം ജീവിക്കാം. തലമുറകളായി അവർ സ്വപ്നം കണ്ട ഭൂമിയുടെ അവകാശരേഖ കൈകളിൽ എത്തിക്കഴിഞ്ഞു. നീണ്ട 25 വർഷങ്ങൾക്ക് ശേഷമാണ് ഭൂ ഉടമകൾക്ക് പട്ടയം വിതരണം ചെയ്യുന്നത്. ഇത് കേവലം ഒരു കടലാസ് തുണ്ടല്ല. ചിന്നക്കനാൽ മുത്തമ്മ ഉന്നതിയിലെ ജനങ്ങൾ കാൽ നൂറ്റാണ്ടുകാലം നെഞ്ചോട് ചേർത്ത് കാത്തിരുന്ന അവരുടെ ജീവിതത്തിന്റെ തന്നെ മേൽവിലാസമാണ്. രണ്ട് തലമുറകളുടെ കണ്ണീരും പോരാട്ടങ്ങൾക്കുമാണ് ഇപ്പോൾ വിരാമമായിരിക്കുന്നത്. 1963 കേരള ഭൂപരിഷ്കരണ നിയമത്തിന്റെ ചട്ടപ്രകാരമാണ് ഈ 236 കുടുംബങ്ങൾക്ക് സർക്കാർ ഉപാധിരഹിത പട്ടയം നൽകിയത്. 5 പതിറ്റാണ്ട് മുമ്പ് ടാറ്റ കമ്പനിയിൽ നിന്നും സർക്കാർ ഏറ്റെടുത്ത സർവേ നമ്പർ 121 ഉൾപ്പെട്ട 49 ഏക്കറോളം വരുന്ന ഭൂമിയിലാണ് ഈ ചരിത്രപരമായ ഭൂവിതരണം നടന്നത്. ഇതിൽ 30 ഏക്കറിലധികം ഭൂമിക്കാണ് ഇപ്പോൾ നിയമപരമായ പട്ടയം അനുവദിച്ചിരിക്കുന്നത്. 2 സെന്റ് മുതൽ 60 സെന്റ് വരെ കൈവശം വെച്ചിരുന്ന സാധാരണക്കാരായ തൊഴിലാളികളും കർഷകരുമാണ് ഈ ഭൂമിയുടെ യഥാർത്ഥ അവകാശികളായി മാറിയിരിക്കുന്നത്. നിലവിലെ നിയമപ്രകാരം പരമാവധി 1 ഏക്കർ ഭൂമി വരെയാണ് ഈ ചട്ടപ്രകാരം ഒരാൾക്ക് നൽകുവാൻ കഴിയുക. വരുംകാല വികസന മുൻഗണനകൾ കൂടി പരിഗണിച്ച് 5 ഏക്കറോളം ഭൂമി റോഡിനായി നിലവിൽ ഒഴിവാക്കിയിട്ടിട്ടുണ്ട്. ദേവികുളം MLA F. രാജ പട്ടയ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രതികൂല സാഹചര്യങ്ങളിലും ജനങ്ങളുടെ ഈ ഒരു വലിയ സ്വപ്നത്തിന് കാവലായിരുന്ന ചിന്നക്കനാൽ വില്ലേജ് ഓഫീസർ V. സന്തോഷ് കുമാർ, C. രഞ്ജിത്ത്, സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ ഗുൽസാരിലാൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘത്തിന്റെ അശ്രാന്ത പരിശ്രമമാണ് ഈ നേട്ടത്തിന് പിന്നിൽ. ഇനി 12 ഏക്കറോളം ഭൂമി മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്ന കൈവശക്കാർക്ക് പതിച്ചു നൽകുവാനുള്ളത്. ഇതിനായുള്ള നടപടികളും വേഗത്തിൽ പൂർത്തിയാക്കുമെന്നാണ് അധികൃതർ നൽകുന്ന ഉറപ്പ്. ഈ പട്ടയത്തിന് പ്രത്യേകിച്ച് ഉപാധികളൊന്നുമില്ല. കഴിഞ്ഞ 2 തലമുറകളായി കൈവശം വെച്ചിരുന്നവരാണ് ഇവര്. യഥാർത്ഥത്തിൽ ഈ പട്ടയത്തിന്റെ അവകാശികള് മുൻ തലമുറകളായിരുന്നു. പക്ഷെ ഇത് സിദ്ധിച്ചത് ഇപ്പോഴുള്ള പാവപ്പെട്ട ഈ ജനങ്ങൾക്കാണ്. എന്തായാലും സ്വന്തം മണ്ണിൽ തലയുയർത്തി നിൽക്കുവാനുള്ള ഈ ജനതയുടെ പോരാട്ടത്തിനാണ് ഇപ്പോൾ രേഖയിലൂടെ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.